കൊടുങ്ങല്ലൂരമ്മ ചെട്ടികുളങ്ങരയിലേക്ക് എഴുന്നള്ളിയ ആ അമാനുഷിക യാത്രയുടെ കഥ. വെറുമൊരു വൃദ്ധയായി വന്ന് കരിപ്പുഴ കടന്ന് ജലപ്പരപ്പിലൂടെ നടന്നു മറഞ്ഞ ആ തേജസ്വിനി ആരായിരുന്നു? ഓണാട്ടുകരയുടെ ഹൃദയമെടുപ്പായ ചെട്ടികുളങ്ങര അമ്മയുടെ ആഗമനത്തിന് പിന്നിലെ വിസ്മയിപ്പിക്കുന്ന ചരിത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കുംഭമാസം. പ്രതാപശാലികളായ ഓണാട്ടുകരയിലെ ഏതാനും പ്രമാണിമാർ അയൽ ഗ്രാമമായ കൊയ്പ്പള്ളി കാരാഴ്മയിലെ ദേവീക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയി. എന്നാൽ അവിടെ അവർക്ക് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ ഒരു പരിഹാസമായിരുന്നു. സ്വന്തം നാട്ടിൽ ഒരു ദേവീക്ഷേത്രം പോലും ഇല്ലാത്തവർക്ക് എന്തിനാണിവിടെ ഇത്ര അഹങ്കാരം? ഈ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ അവരുടെ ആത്മാഭിമാനത്തിൽ തറച്ചു. ഉത്സവലഹരിയിൽ വന്ന അവർ മടങ്ങിയത് കടുത്ത അപമാനവുമായാണ്. പക്ഷേ ആ മടക്കയാത്ര ഒരു ഉറച്ച തീരുമാനത്തിന്റേതായിരുന്നു. നമ്മുടെ നാട്ടിലും ജഗദീശ്വരിയുടെ സാന്നിധ്യം വേണം. അവർ അവിടെ നിന്നും നേരെ പോയത് കൊടുങ്ങല്ലൂരിലേക്കാണ്. ആ ചൈതന്യവതിയായ അമ്മയുടെ നടയിൽ 12 രാപ്പകലുകൾ അവർ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ഭജനം ഇരുന്നു. കണ്ണീരോടെയുള്ള അവരുടെ ആ പ്രാർത്ഥന 12ാം നാൾ ദേവി കേട്ടു. ഒരു സ്വപ്ന ദർശനത്തിലൂടെ ദേവി പറഞ്ഞു, പുത്രന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ വൈകാതെ ചെട്ടികുളങ്ങരയിലെത്തും. തുടർന്നൊരു വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുകയും ഒരു തിടമ്പ് അവർക്ക് നൽകുകയും ചെയ്തു. വിശ്വാസത്തിന്റെ ആ വെളിച്ചവുമായി അവർ ഓണാട്ടുകരയിലേക്ക് മടങ്ങി. അങ്ങനെ ഒരു സന്ധ്യാനേരം കരിപ്പുഴ കടവിൽ തന്റെ തോണി കരയ്ക്കടുപ്പിക്കുകയായിരുന്നു ഒരു സാധാരണ കടത്തുകാരൻ. അപ്പോഴാണ് വെള്ള വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ അവിടെ എത്തുന്നത്. അവരുടെ മുഖത്തെ അലൗകികമായ പ്രകാശം കണ്ട കടത്തുകാരൻ ഭക്തിപൂർവ്വം അവരെ അക്കരെ എത്തിച്ചു. ചെട്ടികുളങ്ങരയിലേക്കുള്ള വഴി ചോദിച്ച അവരെ പുതുശ്ശേരി അമ്പലത്തിനടുത്തുള്ള ഒരു വലിയ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരുത്തിയിട്ട് ആ കടത്തുകാരൻ അവർക്കായി ഭക്ഷണം തേടിപ്പോയി. എന്നാൽ തിരികെ വന്ന അയാൾ കണ്ടത് ശൂന്യമായ മരച്ചുവടാണ്. ആ വൃദ്ധ എങ്ങോട്ടോ മറഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ സമീപത്തുള്ള ഒരു നമ്പൂതിരി ഇല്ലത്ത് പണികൾ നടക്കുകയായിരുന്നു. പണിക്കാർക്കായി ഭക്ഷണം വിളമ്പുന്ന നേരത്ത് ആ വൃദ്ധ അവിടെയും എത്തി. എല്ലാവർക്കുമൊപ്പം ഒരു സാധാരണക്കാരിയായിരുന്ന് അവർ ആഹാരം കഴിച്ചു. ആഹാരശേഷം കൈ കഴുകാനായി ഇല്ലത്തെ കുളക്കടവിലേക്ക് നടന്ന വൃദ്ധയുടെ പിന്നാലെ പോയ അന്തർജനം കണ്ടത് ശ്വാസം നിലച്ചു പോകുന്ന കാഴ്ചയായിരുന്നു. കൈ കഴുകാനായി കുളത്തിലേക്ക് ഇറങ്ങിയ ആ വൃദ്ധ ജലപ്പരപ്പിലൂടെ ഒഴുകി നടന്ന് വായുവിൽ അപ്രത്യക്ഷയായി. ആ ദിവ്യ കാഴ്ച താങ്ങാനാവാതെ അന്തർജനം അവിടെ തന്നെ ബോധരഹിതയായി വീണു. നാടാകെ ഈ അത്ഭുത വാർത്ത പടർന്നു. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കൊടുങ്ങല്ലൂർ ദേവി ചെട്ടികുളങ്ങരയിൽ എത്തിയിരിക്കുന്നു. വിവരമറിഞ്ഞ ഓടനാട് രാജാവ് ഉടൻ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉത്തരവിട്ടു. കൊടുങ്ങല്ലൂരിൽ ഭജനം വരുന്ന ആ പ്രമാണിമാരെ തന്നെ രാജാവ് ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു. ഓണാട്ടുകരയ്ക്ക് ദേവിയുടെ ആഗമനം വെറുമൊരു വാർത്തയായിരുന്നില്ല, അതൊരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ വിജയമായിരുന്നു. തങ്ങളെ പരിഹസിച്ചവർക്ക് മുൻപിൽ ജഗദീശ്വരിയുടെ സാന്നിധ്യം സ്വന്തം മണ്ണിൽ ഉറപ്പാക്കിയ ആ 13 കരക്കാരും ഒരേ മനസ്സോടെ കൈകോർത്തു. ആ ആവേശത്തിൽ നിന്നും ഭക്തിയുടെയും കലയുടെയും മനോഹരമായ സംഗമമായി പിറവിയെടുത്തതാണ് ലോകപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി. ഇന്നും നൂറ്റാണ്ടുകൾക്കിപ്പുറം കുംഭമാസത്തിലെ ആ ഭരണി നാളിൽ ഓണാട്ടുകര ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ്. കരിപ്പുഴക്കടവിലെ ആ സാധാരണ കടത്തുകാരന് ദർശനം നൽകിയ ഇല്ലത്തെ കുളത്തിൽ അത്ഭുതമായി മാറിയ ആ ജഗദീശ്വരി ഇന്നും ചെട്ടികുളങ്ങരയുടെ മണ്ണിൽ നമുക്ക് തണലായി കൂടികൊള്ളുന്നു. അന്ന് തങ്ങളെ പരിഹസിച്ചവർക്ക് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കരുത്തേകിയത് ദേവിയുടെ ഈ സാന്നിധ്യമാണ്. ഇന്നും ആ കരക്കാർ ഒരേ മനസ്സോടെ വിളിക്കുന്നു, ചെട്ടികുളങ്ങര ദേവി ശരണം. ചെട്ടികുളങ്ങര ദേവിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ചെട്ടികുളങ്ങര ദേവി ശരണം.